ഹായ് ഹലോ എല്ലാവർക്കും സുഖം. ഹായ് ഹലോ എല്ലാവർക്കും സുഖം. ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോ തെറ്റി. ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തെറ്റിപ്പോയി. ബിക്കോസ് ഞാൻ എന്നത്തിന് നോക്കി. ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഗയ്സ്, നമ്മൾ ഇന്നൊരു ബൈറ്റ് ചലഞ്ച് ചെയ്യാണ്. ഇപ്പൊ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ചലഞ്ചസ് ആണല്ലോ. അപ്പൊ ഞങ്ങൾ രണ്ടാളും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചലഞ്ചസിൽ ഇരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്യുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ബിഗിനേഴ്സ് ആണ്, അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് എന്തായാലും ആവശ്യമായിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഫസ്റ്റ് എടുത്തിരിക്കുന്നതാ ഡ്രാഗൺ ഫ്രൂട്ട് ആണ് കേട്ടോ ഞങ്ങൾ എടുത്തിരിക്കുന്ന ഫസ്റ്റ് സംഭവം. ഇത് രണ്ടും രണ്ട് സൈസിലുള്ളതാണ്. അപ്പം ഇത് നമ്മൾ മുറിച്ചിട്ട് ഏറെക്കുറെ ഒരു സൈസിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര ബൈറ്റില് ആര് ഫസ്റ്റ് തീർക്കുന്നോ അവർ രക്ഷപ്പെടും. നമ്മൾ പണിഷ്മെന്റ് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയാണ് നമ്മൾ പണിഷ്മെന്റ് ആയി കൊണ്ടുവന്നിട്ടുള്ളത്. അത് പറയണ ബൈറ്റിൽ കഴിച്ചു തീർത്തില്ലെങ്കിൽ എന്തായാലും നമ്മൾ പണിഷ്മെന്റ് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ? റെഡി? ഓക്കെ. പറയാ എത്ര ബൈറ്റ് കഴിക്കും? ഇതൊക്കെ എന്ത്? ഒരു 3 ബൈറ്റ്. ഓക്കെ. ഞാനും 3 ബൈറ്റ് ആണ് കേട്ടോ. അത് ചെറുതാണ് സംഭവം. നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, ഫസ്റ്റ് ബൈറ്റ് എടുത്തോ. ആനവായാണ് കേട്ടോ ഗൈസ്. നിസ്സാരം നിസ്സാരം നിസ്സാരം. നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ടേ പറ്റൂ. ഓക്കെ, ഞാൻ എന്റെ ബൈറ്റ് എടുക്കാവേ. സംഭവേ മുറിച്ചിട്ടുണ്ടെങ്കിലും വലിപ്പം കുറച്ച് കൂടുതലാ. ഓള് ജയിച്ചാലും വലിയ കാര്യമൊന്നുമില്ല. ഫസ്റ്റ് ഞാൻ ഇഞ്ചി തിന്നേണ്ടി വരുമോ എന്റെ പേടി. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഓക്കെ, ഫസ്റ്റ് ബൈറ്റ് ഇത്രയും കടിച്ചു തീർത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ എന്റെ അടുത്ത ബൈറ്റ് എടുക്കാൻ പോവാണേ. സാധനം പറഞ്ഞാലും എങ്ങനെ എടുക്കുന്ന അറിയില്ല ഗൈസ്. ഇത് ഞാൻ പൊട്ടും ഗൈസ്. ബിക്കോസ് ഇത്രയുണ്ട്. അതെന്നെ കൊണ്ട് നടക്കുന്നൊന്നുമില്ല. ഇതിലൊന്നുമില്ല കയ്യ്. എന്താട്ടോ ഗൈസ്, എന്റെ സെക്കൻഡ് ബൈറ്റ് ഇത്രയും ആക്കിയിട്ടുണ്ടേ. വിചാരിക്കുന്ന പോലെയല്ല, നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ സാധനം കാണുന്ന കളർ മാത്രമേ ഉള്ളൂ. എനിക്ക് ഇതിന്റെ ടേസ്റ്റും ഇഷ്ടമല്ല, ഈ സാധനവും ഇഷ്ടമല്ല. ഓക്കെ, എന്റെ ലാസ്റ്റ് ബൈറ്റ് ഈ എടുത്തോടി. എന്തായാലും നടക്കൂല. ഞാൻ ഒന്ന് ട്രൈ ചെയ്യാ. ഏത് അട്ട വെച്ചിട്ട് കേട്ടോ. അപ്പോ ഡയലോഗ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ആക്കിയിട്ടുണ്ട്. ഞാനിത് ഇങ്ങനെ കേറുമെന്ന് തോന്നില്ല. ഞാൻ ഈ സൈഡ് രണ്ടെണ്ണം മടക്കി വെച്ചിട്ട് ഇങ്ങനെ കേറ്റാട്ടോ. കല്യാങ്കാട്ട് നീലിനെ പോലെ ഉണ്ട്. ഇത് കണ്ടോ, ഫുള്ള് ആ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കളർ ആയിട്ടുണ്ട്. സംഭവം ഇതില് വയറ് ഫില്ലായ ഒരു ഫീല് വന്നിട്ടുണ്ട് കേട്ടോ. കാണാൻ അത്രേ ഉള്ളെങ്കിലും സാധനം കുറച്ചും കൂടി അങ്ങോട്ട് ഫില്ലിങ് ആയ പോലെ വരുന്നുണ്ട്. ബാക്കി ഇനി 2 ഐറ്റംസ് എങ്ങനെ തിന്നും ഒരു ഐഡിയ ഇല്ല. അപ്പൊ നമ്മൾ അടുത്ത ചലഞ്ചിലേക്ക് പോകണം. അടുത്ത ചലഞ്ച്, കഴിഞ്ഞ ചലഞ്ച് രണ്ടുപേരും 3 ബൈറ്റ്സ് പറഞ്ഞു, അത് കംപ്ലീറ്റ് ചെയ്തു. അതുകൊണ്ട് ഇത്തവണ ആർക്കും ഇഞ്ചിയില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം. എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. അത് നമുക്ക് പറ്റും എന്നുള്ളത് വെച്ചിട്ടാണല്ലോ പറയുന്നത്. ഇത് 2 ബൈറ്റ് നടക്കില്ല. നോ, ഇത്ര ഇല്ലേ, നടക്കൂല. 3 ബൈറ്റാ? ഞാൻ എന്റെ പറഞ്ഞോളാം. പ്രായപൂർത്തിയാവുള്ള എനിക്ക് എന്ത് തീരുമാനമെടുക്കാനുള്ള അവകാശം കേരള കോടതി തന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, നീ എത്ര ബൈറ്റാ? ഇല്ല, ആദ്യം പറയും. 3 ബൈറ്റ് ഗൈസ്. ഇന്റെ 3 ബൈറ്റ് കൂടെ നടക്കൂല. ഇല്ല, മാറ്റാൻ പറ്റില്ല. പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞ് 3 ബൈറ്റ് പറഞ്ഞു. ഞാൻ പറയണു എനിക്കൊരു 5 ബൈറ്റ് എന്തായാലും വേണം. എന്നാ പിന്നെ ഒരു 10 ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആയിട്ട് തിന്നു. ഹലോ, ഇത് ഇത്രയും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോ എന്തായാലും വേണ്ടി വരും. എനിക്കൊരു 5 ബൈറ്റ് എന്തായാലും. കാണാൻ പോകുന്ന കഥയുടെ രസം ഞാനായിട്ട് പറഞ്ഞു കളയുന്നില്ല. ആവേശം കൂടി 3 പറഞ്ഞു പോയി പെട്ട്. എന്തായാലും നമുക്ക് നോക്കാം. എനിക്ക് തോന്നണു ഇതിൽ ആർക്കെങ്കിലും ഇഞ്ചി കിട്ടാൻ. എനിക്ക് തന്നെ. നമുക്ക് ഹലോ, അങ്ങനെ
അതല്ലല്ലോ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടേ ഒരു ബൈറ്റ് എടുത്തിട്ട് അതില് പിന്നെയും എക്സ്ട്രാ കടിക്കുക. അത് നടക്കൂലട്ടാ, കളി ഫൗളാണേ. ഓക്കെ, ഞാൻ എന്റെ ബൈറ്റ് എടുക്കാൻ പോട്ടെ. ഞാൻ സത്യസന്ധമായിട്ട് കളിക്കുള്ളേ. ഓക്ക് സത്യസന്ധമായി കഴിക്കാം, കാരണം 5-6 ബൈറ്റ് പറഞ്ഞ ആർക്കാണെങ്കിലും കഴിക്കാം. വെള്ളം ഉണ്ടാവും അതുപോലെ കുറച്ചുകൂടി, എന്തായാലും പൈസ കൊടുത്ത് വാങ്ങുന്നല്ലേ. അയ്യോ പെട്ടല്ലോ. ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. ഇതെങ്ങനെ പൊളിക്കാവോ? ആ പറ്റൂല. ഓക്കെ, 5 ബൈറ്റും തീരുമെന്ന് നല്ല ഡൗട്ട് ഉണ്ട്. 5ലൊക്കെ സുഖമായിട്ട് തീരും. ഒരു പോർഷൻ മാത്രമേ കംപ്ലീറ്റ് ആയില്ല. വെറും സത്യ. അപ്പൊ എന്റെ ബൈറ്റ് കേട്ടോ, ഇത് വായിൽ പൊട്ടിയിടില്ല. ഒരു ബൈറ്റും കൂടെ ഉള്ളു കേട്ടോ. 2 ബൈറ്റിൽ ഇത്രയാണ് കംപ്ലീറ്റ് ചെയ്തത്. 3ാമത്തെ ബൈറ്റ് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യും, ദൈവത്തിനറിയാം. ഞാൻ എന്റെ സെക്കൻഡ് ബൈറ്റ് എടുക്കാൻ പോവാണ് കേട്ടോ. നമുക്ക് 5 ബൈറ്റ് ഉണ്ടല്ലോ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. എവിടുന്ന് പെടുക്കൊന്തോ, എവിടെ നിർത്താൻ എനിക്ക് കഴിച്ചിലായി. 5 ബൈറ്റ് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും ഇഞ്ചി ഞാനും തിന്നേണ്ടി വരും. ഇത് കണ്ടോ, ഇവിടെ ഇത്രയും ഇതുണ്ട്. അതുകൊണ്ട് എനിക്ക് അറിയൂല എന്താവുന്നുള്ള. നോക്കാം നമുക്ക്. 6 ബൈറ്റ് ഒക്കെ പറയേ. ഇതൊന്ന് നോക്ക്, ഇവക്ക് 5 ബൈറ്റിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, നമുക്ക് മാറ്റിയെടുത്താലോ. ഞാൻ എനിക്ക് ബുദ്ധിമുട്ട് ഈ വാട്ടർമെലന്റെ സീഡ്സ് ഉണ്ടല്ലോ, അത് കടിക്കുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതെല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. ഓ, ഞാൻ പിന്നെ കാര്യം പറഞ്ഞല്ലേ ഉള്ളൂ. ഓക്കെ, ഞാൻ ബൈറ്റ് എടുക്കട്ടെ. എന്തായാലും ഞാൻ പൊട്ടി, 3ാമത്തേത് തീരൂല. ആത്മാർത്ഥത നമ്മൾ കാണാതെ പോകാൻ പാടില്ല കേട്ടോ. എന്താ ഇത്രയും തിന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ എന്റെ അടുത്ത ബൈറ്റ് എടുക്കാൻ പോകണം കേട്ടോ. ഞാൻ തിന്ന് തീരുമെന്ന് എനിക്ക് തോന്നില്ല. ഇത് ക്ലിയർ ആവണമെന്നുണ്ടോ? ഇവിടെ ഒക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. എന്നാ പിന്നെ എനിക്ക് ഇത് ഇവിടെ ഒക്കെ ഉള്ളൂ പറഞ്ഞു ഒഴിവാക്കി പോരെ. അത് നടക്കൂല. അല്ലാതെ കുറച്ച് പറ്റി ഇരിക്കുന്നൊക്കെ ഓക്കെയാണ്. എന്തായാലും 5 ബൈറ്റ് എടുക്കും, എന്നിട്ട് ഞാൻ പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഞാനിത് തീർക്കും എന്നുള്ളത്. ഇതെത്രാമത്തെ? 3, 4, 5. സമാധാനം, ഇഞ്ചി തിന്നേണ്ടി വരും. ഞാൻ മാത്രമായി പോവാ വിചാരിച്ച്. വളരെ ഫെല്ലായി പോയി. നമ്മള് വാട്ടർമെലൻ കൊണ്ട് ഫേഷ്യൽ ചെയ്ത പോലെ ഉണ്ട്. എന്താണ് പറയണത്? സത്യട്ടോ, വേറെ ഫില്ലായി. നമുക്ക് ഇനി ഇത്രയും ബാലൻസ് ഉണ്ട്, അതെനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ എന്റെ 4th ബൈറ്റ് എടുക്കാൻ പോവാണേ. തീരൂല, ബിക്കോസ് ഇത് ഇത്രയും വലിപ്പമുള്ളത് എനിക്ക് കളയാൻ പറ്റൂല. ഇതിപ്പോ ഇത് ചെയ്താൽ പോലും ഇത് കംപ്ലീറ്റ് ആവൂല. എന്നാ തുടച്ചോളൂ. 5th പറഞ്ഞാൽ മതിയായിരുന്നു. അല്ല സോറി കേട്ടോ, 6 ആണെങ്കിൽ കറക്റ്റ് തീരുമായിരുന്നു. കാരണം വെച്ചാല് അത് കഴിഞ്ഞ് ഇത് കുറച്ചൊക്കെ ഉള്ളത് നമുക്ക് ഒഴിവാക്കി കൊടുക്കായിരുന്നു. 2 കൂടി പിന്നെ എങ്ങനെ വെച്ചാലും തിന്നാൻ പറ്റില്ലല്ലോ. വായിച്ചത്ര വലിപ്പമില്ല, ഇതില്ല. പിന്നെ പറഞ്ഞ ബൈറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടോണ്ട് ഇത് തിന്നത്രേ ഉള്ളൂ കേട്ടോ. എന്നാലും ഇതിനൊക്കെ കൊന്ന അവള് ഇഞ്ചിൻ്റായിട്ട് കൊല്ലാന്നൊക്കെ പറയല്ലേ. ഇതേത് വായാണോ അത്? നിങ്ങള് ഒരു കാര്യം മനസ്സിലാക്കണേ, ഞാന് 5 ബൈറ്റ് എടുത്തിട്ട് ഇത്രയും ആണ് തിന്നുള്ളത്. എന്നിട്ടാണ് പറയുന്നത് എന്റെ വാ വലുതാണെന്നേ. പക്ഷെ ഞാന് 3 ബൈറ്റിൽ തിന്നവരുടെ വാട്ടർമെലന്റെ അവസ്ഥ നോക്കി നോക്ക്, എന്നിട്ട് എന്റെ വാ വലുതാണെന്ന്. എന്താ ഉറക്കം വരുന്നു. എന്താ ഇതിനൊക്കെ പറയണ്ടേ? ഓക്കെ, അപ്പൊ നമ്മള് ഈ ചലഞ്ച് ഇവിടെ നിർത്താണ്. നമുക്കുള്ള പണിഷ്മെന്റ് ഉണ്ടല്ലോ, എടുത്തിട്ട് വരാം. അപ്പൊ നമ്മുടെ പണിഷ്മെന്റ് വന്നിട്ടുണ്ട്. 2 ഇഞ്ച് കഷ്ണം. 1 ഇത് പരന്നതാണ്, ഇത് കുറച്ച് പൊക്കമുണ്ട്. ഏതാണ് ചൂസ് ചെയ്തോ? ഏതായാലും കണക്കാം. എനിക്കിത് മതി, ഇത് കുറച്ചും കൂടി തിന്നാണെന്ന് തോന്നുന്നു. എന്ത് തന്നെയാണെങ്കിലും ഇത് ഇഞ്ചിനല്ലേ, അപ്പൊ പിന്നെ വലിയ മാറ്റം കുറച്ചും കൂടി തമ്മിൽ ഭേദം തൊമ്മെന്നുള്ള ലെവലിലൊക്കെ ഇതെടുക്കാം.
ഓക്കെ അപ്പൊ നമുക്ക് പണിഷ്മെന്റ് ചെയ്യാം. ഇപ്പൊ ഇഞ്ചി കടിച്ച് കുരങ്ങനെ കാണാൻ പറ്റും. ഞാൻ പണിഷ്മെന്റ് ആദ്യം ഞാൻ എടുക്കാട്ടോ. ഓക്കെ അതെ, ഇഞ്ചി കടിച്ച് കുരങ്ങനെ കാണാൻ പറ്റും. പറഞ്ഞു തീർത്തില്ല, അപ്പത്തേക്ക് അവള് പറഞ്ഞു. അതുകൊണ്ടല്ല, ഇതിപ്പോ ആദ്യം ഞാൻ അങ്ങോട്ട് കഴിച്ച് തീർക്കുകയാണെങ്കിൽ മറ്റേ സ്രൂവിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് കണ്ട് ആസ്വദിച്ചിരിക്കാലോ. ഓക്കെ, ഞാൻ അപ്പൊ അതുകൊണ്ട് ഞാൻ തിന്നീർക്കാൻ പോവാണ്. തുപ്പുന്ന പരിപാടി ഇല്ലേ? ഇല്ലില്ല, കളിയില് ഫോളോ ഒന്നും ചെയ്യില്ല. റെഡി കേട്ടാ മതി. വെള്ളം കുടിച്ചോളൂ. എന്താ ഇഞ്ചിക്ക് സംഭവം സാധനം നല്ല തിന്നൊക്കെ ആയിരുന്നു. നല്ല എരിവുള്ള ഇഞ്ചിക്ക്, നല്ല എരിവുള്ള ഇഞ്ചിയാ. ഞാന് സീരിയസ്ലി എനിക്ക് ഇഞ്ചിക്ക് ഇത്ര എരിവുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. നമ്മള് കറികളുടെ കൂടെ കൂട്ടുമ്പോഴേ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതെ ഓ നീ ഇത്തരക്കാരനാന്ന് ഞാൻ വിചാരിച്ചിട്ടാ. വെള്ളം കൂട്ടി മിങ്ങാവോ? ഫുള്ള് തിന്നണം, എന്നിട്ട് വെള്ളം തരും. ഓരോരുത്തർ ചലഞ്ചസിലൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ട് സത്യാവസ്ഥ പറയണല്ലോ, ഞങ്ങൾ ലെമൺ വാങ്ങിക്കാൻ വേണ്ടി പോയി. പക്ഷെ സമയം അതിക്രമിച്ചത് കാരണം ഇന്ന് സൺഡേയും കൂടി ആയതുകൊണ്ട് കടകളൊക്കെ ക്ലോസ് ആയിരുന്നു. പക്ഷെ വേറെ കാര്യമുണ്ട്, ലെമൺ ആണെങ്കിൽ ആ പീസ് പകുതി മൊത്തം എനിക്ക് തോന്നുന്നു ചെറിയ പീസ് അല്ലേ. പക്ഷെ എനിക്ക് ഇഞ്ചിയാണ് കുറച്ചും കൂടി പ്രശ്നമായി തോന്നിട്ടോ. അത് ഓരോരുത്തർക്ക് ഓരോ ഇതുണ്ടാവുമല്ലോ. ദഹിക്കാൻ നല്ലതാണ്, ദഹിക്കാനാണോ എന്തോ ഒരു സാധനത്തിന് നല്ലതാണ്. ഇഞ്ചി എന്തിനൊക്കെ പറഞ്ഞുണ്ട്. ഇഞ്ചി നീരൊക്കെ കുടിക്കുന്നത് കാണാം. അത് വയറുവേനക്കാ, വയറിളക്കത്തിന് വയറുവേനക്കെന്താ. ഇപ്പൊ മതി, വെള്ളം കൂടി ആവാ. മിക്കവാറും കഴിക്കുന്നത് കാര്യം തീരുമാനമാവും, കണ്ടറിയാം. ഇവക്ക് വാള് വെക്കുന്ന പരിപാടി പെട്ടെന്ന് വരും. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് നമ്മുടെ ലാസ്റ്റത്തെ ചലഞ്ചിലേക്ക് പോവാണ്. ഇപ്പൊ തന്നെ നമുക്ക് വയറ് ഫില്ലാണ്. പിന്നെ ഇഞ്ചി കടിച്ചതിന്റെ എന്തോ ഒരു ബുദ്ധിമുട്ട്, വായൊക്കെ എന്തോ ആയി കിടക്കാം. നമ്മളിപ്പോ കഴിച്ച രണ്ട് ഫ്രൂട്ട്, ഇപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട് ആണെങ്കിലും വാട്ടർമെലൻ ആണെങ്കിലും രണ്ടിലും വെള്ളം കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും വയറ് നല്ല ഫില്ല് ആയിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് വൺ നമ്മളിപ്പോ ചൂസ് ചെയ്തത് പപ്പായ ആണ് കേട്ടോ. അപ്പൊ ഞങ്ങള് എന്താന്ന് നോക്കാം. ഇഞ്ചി വേണ്ട, പറ്റില്ല. പിന്നെ ഇഞ്ചി വേണ്ടാന്നല്ല, എത്ര ബൈറ്റിൽ തീർത്തോ ആരാണ് പൊട്ടുന്ന അവർ ഇഞ്ചി തിന്നണം. അല്ല, ഞാൻ എന്റെ കാര്യം പറഞ്ഞാൽ ഇഞ്ചില്ല. പിന്നെ വേറൊരു പോയിന്റ് ഉണ്ട്, ബൈറ്റ് ഒരുപാട് നീട്ടി പറയാനും പാടില്ല. ഇത് തീർക്കണം വെച്ചാൽ 10 ബൈറ്റ് അങ്ങനത്തെ പറയാനും പാടില്ല കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ നമുക്ക് കുറച്ച് ബൈറ്റ് എടുക്കാം. കുറച്ച് ബൈറ്റ് അല്ല, രണ്ടാക്കും ഒരേ ബൈറ്റ് എടുക്കാം. അത് എത്രയാണ് ഫിക്സ് ചെയ്തോ? ഓക്കെ, രണ്ടെണ്ണം നമ്മൾ ഇഷ്ടത്തിന് ചൂസ് ചെയ്തല്ലേ. അപ്പൊ ഇത് നമുക്ക് 3 ബൈറ്റ് കൊടുക്കാം. എനിക്ക് വലിയ വിശ്വാസമല്ല. പിന്നെ എന്നിട്ട് നേരത്തെ 5 ബൈറ്റ് 4 ബൈറ്റ് കൊടുക്കാം. 3 മതി. 3 ആയിരിക്കും കുറച്ചും കൂടി കോമഡി ഉണ്ടാവും. അല്ല, മറ്റേ എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ആ ഡയലോഗ് അടിച്ച നേരത്തെ ഞാൻ 5 ബൈറ്റാണ് വാട്ടർമെലൻ ചൂസ് ചെയ്തത്. എന്നിട്ടും നിങ്ങൾ കണ്ടല്ലോ എത്രത്തോളം ബാക്കി ഉണ്ടെന്നുള്ള. അതിനൊന്നും കാര്യമില്ല. ഓക്കെ, നോക്കാം നമുക്ക് എന്താവുന്നുള്ളത്. ഇത് ഇപ്പൊ നമ്മൾ 3 ബൈറ്റ് ആണ് കേട്ടോ ചൂസ് ചെയ്തേക്കുന്നത്. 2 പേർക്കും 3 ബൈറ്റ് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇപ്പം ബൈറ്റ് കൂട്ടി പറഞ്ഞു കഴിഞ്ഞാ വേണ്ട. 2 ബൈറ്റ് നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞല്ലേ മതി, ഞാനൊന്ന് തിന്നിട്ട്. ഓക്കെ. ഇത് തീരുല ഉറപ്പാ. തീർക്കാനുള്ളതാണല്ലോ നമ്മുടെ ചലഞ്ച്. ഇനി ഒരു അക്ഷരം പറയണ്ട. ഓക്കെ ഗൈസ്, ഞാൻ എന്റെ ഫസ്റ്റ് ബൈറ്റ് എടുക്കാൻ പോണേ. ഇതുവരെ വളരെ ശരിയാണ്. 3 ബൈറ്റ് തീർന്നു തോന്നില്ല. തീരുല. ആവേശം കുറച്ച് കൂടിപ്പോയും തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും നടക്കൂല. പിന്നെ 3 ബൈറ്റ് പറഞ്ഞതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിക്കാം. ഇഞ്ചി കൺഫേം. 10 കളിയൊന്നും കടിച്ചിട്ട് കാര്യമില്ല. സത്യം പറഞ്ഞാൽ ആവേശം കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആവേശം എന്റെ ആവേശം, എന്റെ മാത്രം ആവേശം. അവര് വെറുതെ തമാശക്ക് പറഞ്ഞതാവും. അപ്പൊ ഞാൻ 4 ബൈറ്റ് 4നും തീരൂല. എന്നാലും ഞാൻ ഇത് കണ്ടപ്പോ വിചാരിച്ചു, നമ്മളെ വായിൽ അത്ര അങ്ങോട്ട് കൊള്ളുന്നു. ഡ്രാഗൺ ഫ്രൂട്ട് തിന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു സാധനത്തിൽ അങ്ങോട്ട് വന്നു. വേറൊരു കാര്യം, അതൊന്നും കൂടി ഇങ്ങനെ
ഇങ്ങനെ ആവില്ല, എന്തെങ്കിലും സാധനം പറയാം അങ്ങനെ ഇങ്ങനെ ആവും. പക്ഷെ ഇത് അങ്ങനെയല്ല, ഓക്കെ. ഒന്നും പറയില്ല, സംഭവം കയ്യിൽ നിന്ന് പോയി. ഇനിയിപ്പോ ഇഞ്ചി കടിക്കാതെ തിന്നാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ. അപ്പൊ നമുക്ക് ഇഞ്ചി തിന്നല്ലേ? അതെ, ഞാൻ രണ്ടുപേരും എന്താ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്, എന്തായാലും കഴിക്കണം എന്ന് അറിയുന്നത് കൊണ്ട് കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് guys. അപ്പൊ ഫസ്റ്റ് തന്നെ കഴിച്ചു. ഞാൻ കഴിക്കാം. ഓക്കെ, ഞാൻ തിന്നാൻ പോണേ. എനിക്ക് തീരെ പറ്റുന്നില്ല കേട്ടോ ഗൈസ്. ആദ്യമായിട്ട് ഒരു ചലഞ്ചിന് ഇരുന്നിട്ട് അതും ഇഞ്ചി തിന്നേണ്ട അവസ്ഥയായി പോയി. സത്യമായിട്ടും ഇതോടെ പരിപാടി ഞാൻ നിർത്തിയത് എക്സ്പെക്ട് ചെയ്ത് ആവില്ല, തീരെ പറ്റില്ല. ഞാൻ ഇന്ന് വെറുതെ ഇങ്ങനെ കുറേ ആയി എന്നോട് പറയുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, നമുക്ക് ചെയ്യാന്ന് പറയുമ്പോ ഒക്കെ ഞാൻ വേണ്ട, ഇത് താല്പര്യമില്ല. സംഭവം എനിക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ആയിരുന്നു. ശരിക്കും ഞാൻ എക്സ്ട്രോവേർട്ട് ആണ്, പക്ഷെ വീഡിയോസിന് മുന്നിൽ വെച്ചാൽ നമ്മൾ എങ്ങനെയാ മറ്റുള്ളവർ നമ്മളെ കാണുക, ആ ഒരു സാധനം നല്ലപോലെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതുവരെ വീഡിയോസിന് മുന്നിൽ വരാനും. നമ്മളിപ്പോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ട്. പക്ഷെ എന്താന്ന് പറഞ്ഞാല് ആളൊന്നും ആക്റ്റീവ് അല്ല, എല്ലാത്തിനും നമുക്ക് മറ്റുള്ളവർ എന്ത് പറയും അങ്ങനത്തെ ആ ഒരു കൺസേൺ ആണ് വിചാരിച്ചോണ്ടിരുന്നത്. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ നമുക്ക് തന്നെ 4.95K ഫാമിലി ഉണ്ട് നമുക്ക്. എന്നിട്ട് പോലും നമുക്ക് വീഡിയോസിലേക്ക് വരിക, ഫേസ് കാണിക്കാനൊക്കെ പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും വൈകുന്നേരം വന്നിട്ട് വെറുതെ കുത്തിരിക്കുക. എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും വെറുതെ കുത്തിരിക്കുക, ബേബി ഉണ്ട്, ബേബി ഉള്ളതുകൊണ്ട്. പക്ഷെ അല്ലാണ്ട് നമ്മൾ വൈകുന്നേരം ഫുള്ള് വെറുതെ കുത്തിരിക്കാം. അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്, എന്തായാലും നമുക്കൊരു ഫാമിലി ഉണ്ടല്ലോ. അപ്പം അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും, ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ ചെയ്യാണ്. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞ ശ്രദ്ധിക്കാൻ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഹലോ, നോക്ക് അതിനിടയിൽ സബ്ജക്ട് മാറ്റി. ഇഞ്ചി തിന്നാനുണ്ടേ, മര്യാദക്ക് തിന്നോ. ഞാൻ ഇവിടെ ഈ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചിട്ട് മിണ്ടാതെ ഇത് നൈസായിട്ട് അതൊന്നും നടക്കൂല കേട്ടോ. ഞാൻ ഇഞ്ചി തിന്നുണ്ട്, അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് നിന്നേ പറ്റുള്ളൂ. ഓക്കെ, വെള്ളല്ലേ? ആ, വെള്ളമുണ്ട്. സൂപ്പർ ഫാസ്റ്റ് പോണ പോലെ തിന്നുന്നേ. അമ്മ ഇഞ്ചി പോയിട്ട് വർക്ക് ചെയ്തു. എന്താ വേണ്ടേ? ഇറക്ക്, മുത്തിറക്ക് തരാം. ഇത് സംബന്ധം കടിച്ചിട്ട് ഞാൻ മിണുങ്ങി തന്നെ കൊണ്ടാവൂല. പിന്നെ ബാക്കി വയറ് പണിയെടുത്തോട്ടെ. നാളെ ഇപ്പൊ എന്താവുന്നുള്ളത് കണ്ടറിയേണ്ടി വരും കേട്ടോ. നമുക്ക് നാളെ ഒരു എക്സാം കൂടി ഉള്ളതാണ്. എനിക്ക് പിന്നെ കുഴപ്പമില്ല, വയറ്റിളക്കം പിടിച്ചാലും എന്താണേലും എനിക്ക് കുഴപ്പമില്ല. പെടും തോന്നുന്നുണ്ട്, എന്താവുന്ന ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ കേസ് നമ്മളിങ്ങനെ ആദ്യമായിട്ടൊരു ചലഞ്ച് ചെയ്യാൻ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്ത് നമ്മളോടുള്ള സ്നേഹം അറിയിക്കണം. നമ്മളിപ്പോ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങള് എങ്ങനെയാണോ വീട്ടിലുള്ള ഞങ്ങള് സംസാരിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഫോർമൽ ആയിട്ട് അങ്ങനെ നിൽക്കുന്ന അങ്ങനത്തെ ഒരു ആൾക്കാരല്ല, എല്ലാവരോടും ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ തന്നെയാണ് ഞങ്ങളെ വീഡിയോയും പോകുന്നത്. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടാവോ? നമ്മൾ പിന്നെ കൂടുതലും ചലഞ്ചസ് ചെയ്യാം ആ ഒരു മൈൻഡിലാണ് ഞങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ഡെയിലി ഫാമിലി വ്ളോഗ് എന്നുള്ള ലെവലിലേക്കല്ല, നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചലഞ്ചസുകൾ കൊണ്ടുവരാം, അത് ചെയ്യാം. പിന്നെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഇപ്പൊ നമ്മുടെ രീതിക്കുള്ള ഓരോ ചലഞ്ചസ് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പതിയെ പോകെ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നതായിരിക്കും. ഇപ്പൊ തൽക്കാലം യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടുള്ള പല ടൈപ്പ് ഓഫ് ചലഞ്ചസ് ഉണ്ട്, അതൊക്കെ ചെയ്ത് തുടങ്ങാം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് എന്തായാലും കൂടിയേ പറ്റുള്ളൂ, എന്നാലേ ഉള്ളൂ ഞങ്ങൾക്ക് ഇതിലേക്ക് ഇറങ്ങാനും ഒക്കെ ഒരു ഇതുണ്ടാവുള്ളൂ. നിങ്ങളുടെ എന്താ പറയാ കമന്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ഇടണം. അപ്പൊ ഞങ്ങളുടെ സംസാരത്തെ പറ്റിയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, അപ്പൊ വെച്ചാൽ ബാഡ് ആയിട്ടുള്ളതല്ല, നല്ല രീതിക്ക് ഞങ്ങളോട് എന്തെങ്കിലും സജഷൻസ് ഒക്കെ പറയാനുള്ളതൊക്കെ നിങ്ങൾ ഞങ്ങൾക്ക് കമന്റ് ഇട്ടാൽ മതി. ഞങ്ങൾ എന്തെങ്കിലും അതിന് റിപ്ലൈ ഒക്കെ തരുന്നതായിരിക്കും. അപ്പൊ അതാണ്. വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ്, എത്ര നന്നായിട്ട് സംസാരിക്കുന്നത്. ഇത് നേരത്തെ തുടങ്ങിയാൽ മതി, ഇതിനോട് ഞാൻ എപ്പോഴോ പറയുന്ന. അത് എന്നോട് വീട്ടിൽ നിന്ന് എപ്പോഴും പറയും, നമുക്കിത് ചെയ്യാം. ഞാൻ നല്ലപോലെ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ എന്നോട് എപ്പോഴും വീട്ടിൽ നിന്ന് പറയും. പിന്നെ ചേച്ചി ഇപ്പൊ കണ്ടില്ല കുറച്ച് ട്രോൾ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ആളതിൽ പോകുമായിരുന്നു. ആളിങ്ങനെ എപ്പോഴും പറയും നമുക്ക് ചലഞ്ചസ് വീഡിയോസ് എന്തെങ്കിലും ചെയ്യാം. പക്ഷെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ ഉള്ള കുറച്ച് പ്രശ്നങ്ങൾ എങ്ങനെയാണ് തുടക്കത്തിന്റെ ആ ഒരു കുഴപ്പം, അത് കഴിഞ്ഞ് ഓളടിച്ച് കയറി. കാരണം ഞാൻ സൈഡാ ഓളടിച്ച് കയറാൻ. എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ എങ്ങനെയുണ്ട്, ഞങ്ങളുടെ സംസാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് പറ്റുന്ന ഞങ്ങളെ കൊണ്ടാവുന്നതൊക്കെ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾ പറയുന്ന അനുസരിച്ച് മാത്രമേ നമുക്ക് ഇപ്പൊ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമല്ലേ. ഇപ്പം ഞങ്ങൾക്ക് മിക്കവാറും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടാവുക. പക്ഷെ പുറമേ നോക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് ചിലപ്പോൾ നല്ല സജഷൻസ് തരാൻ പറ്റും. ഇന്ന വീഡിയോസ് ചെയ്യേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പറ്റും. അപ്പൊ നമുക്കത് കുറച്ചും കൂടി ഒരു ബെനിഫിറ്റ് ആയിരിക്കും. നിങ്ങൾ നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്ത എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതിലൊക്കെ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് എന്തായാലും വേണം കേട്ടോ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം ഗൈസ്. അപ്പൊ ബൈ ബൈ, ടാറ്റാ.